പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോയെ, ലോകം മുഴുവനും. ആ മക്കളെയെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്.
കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള മനസ്സിൻ്റെ വ്യത്യസ്തങ്ങളായ മനസ്സ്, എല്ലാവർക്കും ഒരുപോലെ ധൈര്യമുള്ളവരല്ല, എല്ലാവരും ഒരുപോലെ ആത്മവിശ്വാസമുള്ളവരുമല്ല. അമ്മേ, പോരായ്മകളെല്ലാം പരിഹരിക്കണേ. പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഞാൻ ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അതിന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിനെപ്പറ്റി നമ്മുടെ സബ്ജക്റ്റ് അറിയാമല്ലോ അല്ലേ? എന്താണ്? അതായത് വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കാൻ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ സമീപിക്കുക. എങ്ങനെ സമീപിക്കാൻ കഴിയും? അതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ്? അത് നമ്മൾ 5 യോഗ്യത ഇന്നലെ കൊണ്ട് കഴിഞ്ഞു. ഇന്ന് 6ാം യോഗ്യതയാണ്. 6ാം യോഗ്യത എന്താ പറയണമെന്നറിയാമോ? പ്രാർത്ഥനാപൂർവ്വം സമീപിക്കുക. അതിന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം അറിയാവോ? ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ദൈവസന്നിധി യാചന അർപ്പിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. കൃതജ്ഞതാ സ്വസ്ഥങ്ങളോടെ അർപ്പിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് വേണ്ടി വരുന്നത്. അവിടെ വിഷയം യാചന പറയാൻ എന്താ? നമ്മൾ മൊത്തം യാചനയല്ലേ. പള്ളിയിലും ചെല്ലുമ്പോഴും നമ്മൾ വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയും. വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പുരോഹിതൻ്റെ പ്രാർത്ഥന അല്ലെന്നായി പറയണതേ. വിശ്വാസികളുടെ പ്രാർത്ഥന എന്താ? കൊണ്ടുപോയോ എന്നല്ല പ്രാർത്ഥിക്കണത്. പള്ളിക്ക് വിശ്വാസികളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞതല്ലേ യാചന പ്രാർത്ഥനയല്ലേ? അതെല്ലാം യാചന പ്രാർത്ഥനയാണ്. പക്ഷേ ഈ യാചന പ്രാർത്ഥനയ്ക്കൊണ്ട് കുഴപ്പം, ഇത് ചുതി തട്ടാൻ സാധ്യതയുണ്ട്. എപ്പോഴും ആക്രാന്തം മൂത്ത് നമ്മുടെ ആവശ്യം മാത്രം പറയുമ്പോൾ ചുതി തട്ടാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തിനെ കൂടി സ്വീകാര്യമാകുന്ന കണ്ടന്റ് വെക്കണം. ഇപ്പം നമ്മൾ വെള്ളയപ്പമൊക്കെ ഇല്ലേ, വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വെള്ളയപ്പം എന്ന് പറഞ്ഞു. വെള്ളയപ്പം നിങ്ങൾ പറയണത് പാലപ്പം പരന്നപ്പത്തിനാണ് ചിലർ വെള്ളയപ്പം എന്ന് പറയണം. പരന്നപ്പം അത് ഞങ്ങളെ പാലപ്പം എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ. അത് ഭയങ്കര രുചിയാണ്. ഇങ്ങനെ ചിറക് പോലെ ഉണ്ടാകും ചുറ്റോട് ചുറ്റും. അത് അങ്ങനെ ചെയ്യണ ആൾക്കാരൊക്കെ മരിച്ചുപോയി. ഇപ്പം പാലപ്പം എന്നൊക്കെ പറയണത് ചുമ്മാ കടയിൽ നിന്ന് ഇപ്പോൾ പൊടി മേടിച്ചിട്ട് എല്ലാം വെള്ളയപ്പമായിട്ടല്ലേ ഇരിക്കണേ. ഇപ്പോൾ അതല്ല, അതൊരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഭക്ഷണമാണ് വെള്ളയപ്പം. ഞങ്ങൾക്ക് 2 അപ്പമാണ് ഉള്ളത് ആലപ്പുഴ ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ. പിതിരപ്പമുണ്ട്, വെള്ളയപ്പമുണ്ട്. പിതിരപ്പം എന്ന് പറയണത് അത് ചില ആൾക്കാർ അതിനെ പറയണത് കറുത്തപ്പം എന്നൊക്കെ പറയാം. അതൊക്കെ ചുമ്മാ വിവരമില്ല പറയണതാണ്. പിതിരപ്പം എന്ന് പറയണത് നമ്മളുടെ ശർക്കരയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ പോർട്ടിച്ചയുടെ കാലത്ത് നമുക്കറിയാമല്ലോ, പാതിരി എന്ന് കേട്ടിട്ടില്ല, ഫാദേഴ്സ് ഹൗസിൽ ഉണ്ടാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തറവാടിത്തുള്ള അപ്പമാണ് പിതിരപ്പം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ആ പിതിരപ്പം എന്ന വാക്ക് ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. വെള്ളയപ്പം നമുക്ക് കിട്ടിയത് വെള്ള കൊണ്ടപ്പമല്ല. വെള്ള എന്ന് പറയണത് നമുക്ക് ബുദ്ധിസ്റ്റ് ട്രഡീഷനിൽ നിന്ന് വന്നാണത് വെള്ളയപ്പം. അല്ല, വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള വെള്ളം അല്ലത്. വെള്ള എന്ന് പറഞ്ഞ ഭഗവതിയായിരുന്നു. ജൈനിസത്തിൽ വെള്ള ഭഗവതി ഉണ്ടായിരുന്നു. ആ ജൈനക്കാരുടെ അപ്പമാണത്, ജൈനീസിൻ്റെ അപ്പമാണത് വെള്ളയപ്പം എന്ന് പറയുന്നത്. വെള്ളയമ്പലം, വെള്ളയപ്പം. അപ്പോൾ അതൊക്കെ അതിൻ്റെ അകത്ത് എല്ലാം അത് നമ്മുടെ നാട്ടിലെ പുരാതന ഭക്ഷണം. 3000 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഭക്ഷണമാണ് വെള്ളയപ്പം എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ നമ്മൾ എൻ്റെ കള്ളൊക്കെ ചേർത്ത് കള്ളപ്പമൊക്കെ ആക്കി മാറ്റി. എന്നാലും അത് ടേസ്റ്റാണ്. എനിവേ, ഞാനീ പറയുന്നതിന് കാരണം ഇപ്പോഴും നമ്മൾ പാത്രത്തിൽ പുഴുങ്ങുന്ന അപ്പത്തിൻ്റെ കൂടെ പിള്ളേർ കഴിക്കത്തില്ല. പിള്ളേർക്ക് പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു മുന്തിരി കൂടി വെച്ച് കൊടുക്കും. ഉണക്ക മുന്തിരി കൂടി വെച്ച് കൊടുക്കും. 1-2 മുന്തിരിയും കുറച്ച് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയത് എടുത്തിട്ട് അരിഞ്ഞ് അത് ചേർത്തിട്ട് അപ്പം നമ്മുടെ പിള്ളേർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിള്ളേരെന്ത് ചെയ്യുന്നറിയാമോ? ആ കറുത്ത മുന്തിരി വെള്ളയപ്പം തിന്നത്തില്ല. അതിന്ന് ഏത്തപ്പഴവും ഏത്തക്ക പൊട്ടും അതുപോലെ തന്നെ മുന്തിരിയും എടുത്ത് കഴിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് കുറച്ച് ഏത്തപ്പഴവും മുന്തിരിയൊക്കെ ചേർത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് വാചനപ്പുറത്തല്ല. അതാണ് ഫിലിപ്പിയർ പറയണത്. എന്താ പറയണത്? കൃതജ്ഞത ചേർക്കണമെന്ന്.
അതാ ഞാൻ പറഞ്ഞ ഏത്തപ്പൊട്ട്, പഴുത്ത ഏത്തപ്പഴത്തിൻ്റെ പൊട്ടും ഉണക്ക മുന്തിരി എന്ന് പറഞ്ഞ കൃതജ്ഞത. വായിച്ചത് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ. അതാണ് അതിൻ്റെ വിഷയം. അതായത് കൃതജ്ഞത ചേർക്കണം. അപ്പം ദൈവത്തിന് അത് അട്രാക്റ്റീവ്, അതായത് ദൈവത്തിന് സ്വീകാര്യമാകുന്ന പ്രാർത്ഥനയാണത്. അപ്പം ദൈവത്തിനെ കൂടി അതിനകത്ത് നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കക്ഷിയാക്കുന്നുണ്ട്. അപ്പം പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ടതാണ്, യോഗ്യതയാണ് പ്രധാനപ്പെട്ട് സമീപിക്കാൻ. പക്ഷേ കൃതജ്ഞത അതിലുണ്ടാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ. എൻ്റെ പേര് ജോയൽ ജെ ജോജി. ഞാൻ മർത്തോമയിലാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ കസിനെ പറ്റിയാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് ട്രാൻസ്ഫറിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഒരാൾ എൻ്റെ ചേച്ചിയുടെ സീറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അപ്പം ചേച്ചിയുടെ അവിടെ സീറ്റ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം മാതാവേ ഇടപെടണമേ, ഇടപെട്ടാൽ സാക്ഷ്യം പറയുമ്പോൾ ആദ്യത്തെ സാക്ഷ്യമാക്കി ഞാൻ പറയുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ആയിരുന്നു ട്രാൻസ്ഫറിൻ്റെ ഓർഡർ ഇറങ്ങുന്നത്. എൻ്റെ ചേച്ചിയുടെ എൻ്റെ വല്യമ്മയുടെ പേര് ആത്തില്ല. ദൈവത്തിന് ഒരു അനുഗ്രഹം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതുപോലെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ ഷൂട്ടിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് കേരള സ്റ്റേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. അതായത് സ്പോർട്സ് ഷൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. എനിക്ക് 7ാം സ്ഥാനം ഉണ്ടായിരുന്നു. എനിക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും കിട്ടി. ഏകദേശം 2 മാസം അടുപ്പിച്ചോളം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം അതുപോലെ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഓൺലൈനായിട്ട് വെച്ചത്. എന്നിട്ട് എൻ്റെ വല്യപ്പച്ചനോട് ഞാൻ സംസാരിച്ചു, കാഷ്വലായിട്ട് സംസാരിച്ചു. അപ്പം പരിശുദ്ധമാവ് ഒരു പ്രേരണ തന്നു, നീ അപ്പച്ചനോട് കാര്യം പറ, ഷൂട്ടിങ് കാര്യം പറ. അപ്പം ഞാൻ ചോദിച്ചു, പരിശുദ്ധമാവേ അപ്പച്ചൻ ഈ കാര്യം അറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ ഞാൻ അപ്പച്ചനോട് പറയും? അപ്പം പരിശുദ്ധമാവ് കാണിച്ചു, നീ പറ ജോയലെ, നീ പറ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പച്ച ഇങ്ങനെയൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പം അപ്പച്ചൻ പറഞ്ഞു, നീ അമ്മയെ വിളിച്ച് പ്രിൻസിപ്പളിനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം പ്രിൻസിപ്പൽ പറഞ്ഞു, ഈ മാർച്ച് മാസം അവസാനത്തേക്ക് വരും, അപ്പോൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉപ്പിട്ട് ബാധിച്ചു, പരിശുദ്ധ കൃപാസനമ്മയുടെ ഉപ്പിട്ട് ബാധിച്ചു. അപ്പം 29-ാം തീയതി രാവിലെ 10 മണിയായപ്പം ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ വന്നായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് കുറേ വട്ടം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അതായത് സുഗന്ധം ഒരു 5 വട്ടം. അതായത് ഞാൻ ആദ്യമേ ഇവിടെ വന്നത് മെയ് 7-ാം തീയതി ആയിരുന്നു. അപ്പം അന്ന് ഞാൻ ബസ് ഇവിടെ ഇറങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജാസ്മിൻ്റെ ഒരു സ്മെല്ല് ആ ബസ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്രോട്ടോടെ അവിടെയും ഉണ്ടായിരുന്നു ഒരു റോസാപ്പൂവിൻ്റെ സ്മെല്ല്. പിന്നെ മൂന്നാമത് ഞാൻ വൈകുന്നേരം എനിക്ക് ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടായിരുന്നു, ജപമാല ചൊല്ലുക. എന്നിട്ട് ജപമാല തുടക്കം തൊട്ട് അവസാനം വരെ ഒരു അടിപൊളി സ്മെല്ല്, ഒരു ജാസ്മിനും റോസും മിക്സഡ് ആയിട്ട് ഒരു സ്മെല്ലാണ് വന്നത്. അപ്പം ഈ മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പം മാതാവ് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് ജപമാല ചൊല്ലണേ. അപ്പം മാതാവ് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ ഹൃദയത്തിൽ തൊടണേ. അപ്പം മാതാവ് എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. എനിക്ക് ഫീലായി ശരിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് കത്തോലിക്ക പള്ളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ കാണാൻ പോകാറുണ്ട്. അപ്പം ഞാൻ അന്ന് അച്ഛൻ കണ്ടില്ല. അപ്പം അച്ഛനെ കാണാൻ ഇറങ്ങി വരുമ്പോൾ പള്ളിയിൽ അവിടെ എന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അപ്പം
ഞാൻ അവിടെ ഇങ്ങനെ പാതിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല കുന്തിരിക്കൻ്റെ മണം. ഞാൻ എല്ലായിടത്തും നോക്കി, ആരെങ്കിലും കുന്തിരിക്ക പോപിക്കുന്നതാണോ, വീട്ടിൽ നിന്ന് കുന്തിരിക്കാൻ വരുന്നതാണോ, അല്ല. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനും ചോദിച്ചു, ചേട്ടാ ഇത് ചേട്ടൻ മണം വരുന്നുണ്ടോ, എന്തെങ്കിലും മണം വരുന്നുണ്ടോ? അപ്പം ചേട്ടൻ പറഞ്ഞു ഒരു മണം വരുന്നില്ല. അപ്പം മനസ്സിലായി മാതാവാണ് ഇടപെട്ടതെന്ന്. പിന്നെ ഞാൻ ഇന്ന് വന്നപ്പോഴും ആ ഗ്രോട്ടോടെ അവിടെ റോസാപ്പൂവിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു. +2 റിസൾട്ട് എനിക്കത് കിട്ടത്തില്ലെന്ന് 100% ഉറപ്പായി. +2 റിസൾട്ട്, അതായത് തോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് ഒന്നും വൃത്തിയായിട്ട് ഞാൻ പഠിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ മാതാവെ മുറുക്കി ഞാൻ പിടിച്ചു, മാതാവേ ഇടപെടണമേ. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വിശുദ്ധ തൈലം നെറ്റിപ്പുറത്തുകയും ഉപ്പ് എൻ്റെ എക്സാം ഹോളിൻ്റെ അവിടെ ഇടുകയും ചെയ്തു. പിന്നെ തലയിൽ തേച്ച ചെറിയ അംശം വിശുദ്ധ തൈലം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിലെ മണ്ടയ്ക്കും കുരിശടയാളം വലിച്ചു. അതുപോലെ തന്നെ ആൻസർ ഷീറ്റിൻ്റെ അവിടെ കുരിശടയാളം ഞാൻ വരച്ചു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും കിട്ടുമെന്ന്. അതായത് മാത്സ് ആയിരുന്നു. മാത്സ് കുറേ പാടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചോളം. അതിനെനിക്ക് ഒരു നല്ല ശതമാനം മാർക്കും തന്നു. പിന്നെ എനിക്ക് 1200-ൽ 826 മാർക്കോടെ മാതാവിന് എനിക്ക് തന്നു. അതുപോലെ തന്നെ +1 സർട്ടിഫിക്കറ്റ് ഒരു അത്യാവശ്യം എടുത്ത് നോക്കിയതാണ്. എല്ലാ ഫയലും ഞാൻ എടുത്ത് നോക്കി, ഓരോ പേപ്പറും എടുത്ത് ഞാൻ നോക്കി എൻ്റേതുള്ളത്. അപ്പോൾ ഞാൻ അതൊന്നും കണ്ടില്ല +1 സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ മാതാവ് ബാധിച്ചു, മാതാവെ +1 സർട്ടിഫിക്കറ്റ് കണ്ടാൽ ഞാൻ കൃപാസന സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഉള്ളിലൊരു പ്രേരണ വന്നു, ജോയലെ നീ ആ ഫയൽ എടുത്ത് ഒന്നുകൂടെ നോക്ക്. ഞാൻ ആ ഫയൽ തന്നെ 2 വട്ടം ഞാൻ എടുത്ത് നോക്കിയതാണ്, ഇത് ഞാൻ കണ്ടില്ല. അപ്പം മാതാവ് പറഞ്ഞു, ജോയലെ നീ ആ ഫയൽ ഒന്നും കൂടെ എടുത്ത് നോക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ +1 സർട്ടിഫിക്കറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് രാത്രിയായപ്പോൾ ഞങ്ങൾ രാത്രി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സ്ഥലം വരെ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഞാനും ഉറങ്ങിപ്പോയി, അമ്മയാണ് വണ്ടി ഓടിച്ചത്. അപ്പം ഒരു മനസ്സിൽ ആരോ പറഞ്ഞു, ജോയലെ നീ എണീക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എണീച്ച് നോക്കിയപ്പോൾ അമ്മ ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഭയങ്കര സ്പീഡ് വരുന്നത്, സൈഡിൽ ആ ക്രാഷിൽ ഇടിക്കാനായിട്ട് പോകായിരുന്നു. പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചു. അത് പരിശുദ്ധ അമ്മ എന്നെ എണീപ്പിച്ചതാണ്, പരിശുദ്ധ കൃപാസന അമ്മ എന്നെ എണീപ്പിച്ചതാണ്. പിന്നെ എനിക്കൊരു കഴുത്തിലെ വേന ഉണ്ടായിരുന്നു, ഒരു 2 ദിവസം അടുപ്പിച്ച് കഴുത്തിലെ വേന ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നപ്പോൾ കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ തൈലം പുരട്ടി കഴുത്തിൻ്റെ പുറത്ത് ഞാൻ കുരിശടയാളം ഞാൻ വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്. പിന്നെ പിറ്റേ ദിവസമായി ഇപ്പോൾ ആ കഴുത്ത് വേന ഇല്ല, കഴുത്ത് നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പേശപ്പത്തോണം എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ആൾക്കാർ അത്രയും വരത്തില്ലാത്തതുകൊണ്ട് ഞാൻ കത്തോലിക്ക പള്ളിയിലെ അച്ഛനെ ഏൽപ്പിക്കും. അച്ഛാ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർ വരികയാണ്, ഞങ്ങൾ അച്ഛാ ഈ പൈസ അവർക്ക് കൊടുക്കണേ അച്ഛാ എന്ന് പറയും. അപ്പം അച്ഛൻ പറയും കൊടുക്കാമെന്ന് ഞാൻ പറയും, അച്ഛൻ പറയും കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ ഫുഡും മേടിച്ച് കൊടുക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ മാതാവ് എന്നോട് പറയും, മാതാവ് എന്നോട് പറയും, ജോയലെ ഈ അബോർഷൻ ആകാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളുണ്ട്, നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ ബാധിച്ചു. അങ്ങനെ അബോർഷൻ ആകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാധിച്ചു. അതായത് നമ്മുടെ നന്മ സൃഷ്ടിയും പിന്നെ സ്വർഗപിതാവേയും അതുപോലെ വിശ്വാസ പ്രമാണവും അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചായിരുന്നു. അതുപോലെ ക്യാൻസർ ആവുന്ന കുഞ്ഞുങ്ങൾക്ക്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക്, ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക്, സ്പൈനൽ കോഡ് വളഞ്ഞു പോയ കുഞ്ഞുങ്ങൾക്ക്, കയ്യും കാലില്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കണമെന്ന് മാതാവ് പറയും. ഞാൻ ഓക്കെ മാതാവേ, മനസ്സിൽ പറയും, ഓക്കെ മാതാവേ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറയും. കൃപാസന പത്രം ഞാൻ മാതാവ് പറഞ്ഞു, മാതാവേ അർഹതപ്പെട്ടുള്ള കയ്യിൽ മാത്രമേ ഇത് എത്തിക്കാവുള്ളേ, അർഹപ്പെടാത്ത ആളുടെ കയ്യിൽ എത്തിക്കല്ലേ, അർഹപ്പെട്ട ആൾക്കാർ മാത്രമേ ഇത് എത്തിക്കാവുള്ളൂ എന്ന് ഞാൻ മാതാവ് പറയും. അപ്പം മാതാവ് എന്നെ 2 ആൾക്കാരെ മുഖം കാണിക്കും, പിന്നെ വീട് കാണിക്കും മനസ്സിനകത്ത്. അപ്പോൾ അവരെ കൊണ്ട് എത്തിക്കും. അപ്പോൾ അവരുടെ വിഷമമൊക്കെ ഞാൻ കേൾക്കും. സാധാരണ ഞാൻ കേൾക്കാത്ത, പക്ഷേ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടിപ്പോൾ എല്ലാവരുടെ വിഷമം ഒക്കെ ഞാൻ കേൾക്കും. അവർക്ക് സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അപ്പം നമുക്ക് അവരെ നമ്മൾ പറയുമ്പോൾ അവർക്കുള്ള മനസ്സിലൊരു റിലീഫും അവർക്ക് ഒരു ഉന്മേഷവും ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആത്മീയ ജീവിതം ഞാൻ കുർബാന സ്വീകരിക്കാറുണ്ട്, കുംഭസാരം സ്വീകരിക്കാറുണ്ട്. കുംഭസാരത്തിൽ ഞങ്ങൾ മർത്തോമയായതുകൊണ്ട് പരിസ്ഥിതി കുംഭസാരമാണ്, അത് അറിയാമല്ലോ. അപ്പോൾ മാതാവ് എനിക്ക് കാണിച്ചു തന്നു, നീ കുറച്ചും കൂടെ ആ കുംഭസാരം ഒരു അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ പാലിച്ച ശേഷം ഞങ്ങളുടെ മഡ്ബായയുടെ അവിടെ ആ മഡ്ബായ ഭാഗം വെട്ടിത്തിളങ്ങുക, നല്ല രീതിക്ക് വെട്ടിത്തിളങ്ങുക, ഓരോ കുംഭസാരത്തിലും വെട്ടിത്തിളങ്ങുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്, പിന്നെ പാവപ്പെട്ടെ സഹായിക്കാനും അങ്ങനെയൊക്കെ. ഡെയിലി ബ്രെഡ് ഞാൻ കയറാറുണ്ട്. പക്ഷേ ചില സമയത്ത് എനിക്ക് ആ അഞ്ചലിക്ക് സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിക്കും, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല, ഇനി ഞാൻ നല്ലതായിട്ടിരുന്നോളാം ഒക്കെ ഞാൻ പറയും. അപ്പം നല്ലതായിട്ട് ഞാൻ ഉടമ്പടിയിൽ പാലിച്ചോളാം, ഒരു ഡെയിലി ബെഡ് നോക്കി കണ്ടോളാം എന്ന് ഞാൻ പറയും. ഉടമ്പടി വന്ന മാറ്റം എന്ന് പറയുന്നത്, എന്നോട് കർത്താവ് സംസാരിച്ചു, മാതാവ് സംസാരിച്ചു, പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പരിശുദ്ധാത്മാവ് എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. പിന്നെ മാതാവ് എന്നോട് പറയും, പരിശുദ്ധാത്മാവ് എന്നോട് പറയും, കുറച്ച് ആൾക്കാർ ഇങ്ങനെ, എൻ്റെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരിങ്ങനെ ഈ കുർബാനയ്ക്ക് പോവാതെ കുറച്ച് ആൾക്കാരിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നീ ഒന്ന് ജപമാല ചൊല്ലണം, നീ അവരെ ഒരു ആത്മീയ ജീവിതത്തിലോട്ട് തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഓക്കെ മാതാവേ, എന്നെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ ഒക്കെ ഞാൻ മനസ്സിൽ പറയാറുണ്ട്. എല്ലാ തന്നെ അനുഗ്രഹിക്കും നന്ദി നേരുന്നു. അമ്മയെ പ്രത്യക്ഷ സാക്ഷിയായി തീർന്നതിന് അമ്മയ്ക്കും യേശുവിനും കൊടാകുന്ന അനീറുകൾ. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. സങ്കീർത്തനം 138 1-ാം വചനമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും വിജയങ്ങളിലും സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ദൈവത്തെയും വിശ്വാസവും ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനവും സന്തോഷവുമാണ് വളരുന്നത്. ഉടമ്പടിയിൽ നാം ദൈവത്തോട് നന്ദി പറയുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ജീവിതത്തിൽ നിറവേറി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു ജീവിതമാണ് ഉടമ്പടി ജീവിതം. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ അവിടുത്തെ പാടി പുകഴ്ത്താനുള്ള ഒരവസരമാണ് സാക്ഷ്യങ്ങൾ. അങ്ങനെയുള്ള ഒരു നല്ല സാക്ഷ്യമാണ് ജോയൽ എന്ന മകൻ നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് മെയ് 7-ാം തീയതിയാണ്. കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീടാണ് കേരള സ്പോർട്സ് അക്കാഡമി ചാമ്പ്യൻഷിപ്പിൽ 7-ാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ മകന് ഷൂട്ടിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. മറ്റു കൂട്ടുകാർക്കൊക്കെ കിട്ടി, പക്ഷെങ്കിൽ ഈ മകന് കിട്ടിയില്ല. അങ്ങനെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി നിയോഗം സമർപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകന് കിട്ടാത്ത സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടുകയായിരുന്നു. പിന്നീട് ഈ മകൻ്റെ +2 റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന്.
അവിടെയും ഈശോയുടെയും അമ്മയുടെ ഇടപെടലിലൂടെ അനുഗ്രഹത്തിലൂടെ ഈ മകന് നല്ലൊരു റിസൾട്ട് കിട്ടി പാസ്സാകാൻ സാധിച്ചു. പിന്നീട് പഠിത്തത്തിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സർട്ടിഫിക്കറ്റ് മിസ്സായി. അവിടെയും ഈശോയുടെയും അമ്മയോടും കേണപേക്ഷിക്കുകയാണ്, അമ്മയെ എനിക്ക് തിരിച്ചു തരണമേ എന്ന്. ഒരു മകൻ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് ഓരോ പ്രാവശ്യവും ഓരോ കാര്യവും ഈ മകൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. അമ്മയും അതുപോലെ തന്നെയാണ് ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. സർട്ടിഫിക്കറ്റ് കാണാതെ പോയപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, ജോയൽ നീ ആ ഫയൽ ഒന്നുകൂടി എടുത്ത് നോക്കുമെന്ന്. 2 പ്രാവശ്യം അതിന് മുൻപ് നോക്കി, പക്ഷേ കിട്ടിയില്ല. പക്ഷേ മാതാവിൻ്റെ ഒരു ഉൾപ്രേരണ മാതാവ് തന്നെ സംസാരിച്ച് പറഞ്ഞപ്പോൾ തന്നെ ജോയൽ വീണ്ടും ആ ഫയലെടുത്ത് നോക്കി, അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെയാണ് അമ്മ കാർ ഓടിച്ചു പോയപ്പോൾ ജോയലിനോട് പരിശുദ്ധ അമ്മയാണ് പറയുന്നത്, ജോയൽ എഴുന്നേക്ക്, അമ്മ ഉറങ്ങുന്നുവെന്ന്. അങ്ങനെ തന്നെ പെട്ടെന്ന് ജോയൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരുന്ന അമ്മ ഉറങ്ങി. വണ്ടി ഏതോ ഇത് ഇടിക്കുവാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലെത്തി. പെട്ടെന്ന് ജോയൽ തന്നെയാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കൊടുത്തത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഈ മകൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. അമ്മ തന്നെയാണ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്, ജോയൽ നീ എഴുന്നേക്കെന്ന്. പെട്ടെന്ന് ജോയൽ എഴുന്നേറ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ടപ്പോൾ അമ്മ ഞെട്ടി എഴുന്നേറ്റത്. അതല്ലെങ്കിൽ അമ്മയുടെ ആ വണ്ടി ഇടിച്ച് അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും പറഞ്ഞത് 5 പ്രാവശ്യമാണ് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത് സുഗന്ധാഭിഷേകത്തിലൂടെ. പല പ്രാവശ്യവും മുല്ലപ്പൂവിൻ്റെയും റോസപ്പൂവിൻ്റെയൊക്കെ ആ ഫ്രേഗ്രൻസിലൂടെ കൂടിയാണ് അമ്മ ആ സാന്നിധ്യം ഈ മകന് പറഞ്ഞു കൊടുത്തത്. ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം ഈ മകന് കൂടെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു മകൻ അമ്മയോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ജോയൽ പരിശുദ്ധ അമ്മയോട് അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി അമ്മയോട് സംസാരിക്കുന്നത്. ഓരോ കാര്യവും അമ്മയും അതുപോലെ തന്നെയാണ്. ജോയൽ എന്ന് പേര് ചൊല്ലിയാണ് അമ്മ പറയുന്നത് ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് ജോയലിൻ്റെ ഓരോ പ്രാർത്ഥനാ ജീവിതവും കാരുണ്യപ്രവർത്തനവും എല്ലാം. മാർത്തോമ ഡിനോമിനേഷനുള്ള ഈ മകന് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് കുമ്പസാരിക്കാൻ പോകുമ്പോൾ കുമ്പസാരമില്ല, പക്ഷേ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉൾപ്രേരണയോടെ കുമ്പസാരം എന്ന ആ പ്രാർത്ഥന ചൊല്ലി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മെദ്ബഹായിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ തോന്നിയതും അതും പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോഴാണ് ആ മകൻ ആ ഫീലിംഗ് വന്നത്. അവിടെയും ഒരു ന്യൂനെസ്സാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു പുതിയ വഴിയാണ്, ഒരു പുതിയ ഉണർവ് ആത്മീയതയിൽ ഒരു പുതിയ ഉണർവാണ് ഈ മകന് ലഭിച്ചത്. അതുപോലെ തന്നെയാണ് ഈശോയുടെ അമ്മയോട് ചേർന്നപ്പോഴാണ് കാരുണ്യ പ്രവൃത്തിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ലഭിച്ചത്. വീട്ടിലുള്ള കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഓരോ സബ്ജക്റ്റ് ഓരോ ടോപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ മകന് ഉടമ്പടിയിലെ കൊച്ചുമക്കളാണ്. ഈ മക്കൾ ഉടമ്പടിയിൽ പിച്ച വെച്ച് അമ്മയുടെ കൈ പരം പിടിച്ച് ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആ അമ്മയുടെ കരങ്ങളിൽ കൂടിയാണ് ഈശോയിലേക്ക് അടുക്കുന്നത്. ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാനും അമ്മയെ പോലെ തന്നെയാണ് അമ്മയായിട്ട് തന്നെയാണ് കൃപാസനം അമ്മ ഈ മകൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും തൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനുമുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആരോഗ്യ പ്രശ്നമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, പരീക്ഷകളാവാം, ഇൻ്റർവ്യൂ ആവാം, എന്തു തന്നെ ആയാലും വിശ്വാസത്തോടെ നമ്മുടെ ഈശോയുടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കൃപാസനം അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം നിൻ്റെ വാസസ്ഥലമാക്കണമേ എന്നും ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സ്നേഹവും സമാധാനവും നമുക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജോയലിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജിജി ബാബു. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഇത് ഞാൻ 7ാമത്തെ ഉടമ്പടിയിലാണ്. ഇതെൻ്റെ 5ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ തന്നെ ദൈവം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് കരുണയാണത്. അനുഗ്രഹങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കരുണയാണ് അതിൽ കാണാൻ പറ്റുക. കാരണം 7ാമത്തെ ഉടമ്പടിയിൽ തന്നെ 5 സാക്ഷികൾ എനിക്ക് പറയാൻ സാധിക്കുക എന്നുള്ളത് അതെൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് തമ്പുരാൻ്റെ കൃപ കൊണ്ടാണ്. എല്ലാ ഉടമ്പടി നിയമങ്ങളും പൂർത്തിയാകുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കാറില്ല. കാരണം മക്കൾ കൂടെ ഇല്ലാത്തതിനാൽ എനിക്ക് ഇന്നാണ് അതിനൊരവസരം കിട്ടിയത്. കുടുംബമായിട്ട് ഈ സ്റ്റേജിൽ കയറി നിന്ന് 5ാമതൊരു സാക്ഷ്യം ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, ഇനി ഒരു 5ാമതൊരു സാക്ഷ്യവുമായിട്ട് ഞാൻ ഈ സ്റ്റേജിൽ വരും. കാരണം അന്ന് എൻ്റെ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഞാനത് പറഞ്ഞിട്ട് പോയത് അമ്മയുടെ മുന്നിൽ വെച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം മെയ് മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫച്ചനെ സ്ഥലത്തിൻ്റെ ആധാരം കാണിച്ച്
പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കാശിരൂപം തന്നിട്ട് പറഞ്ഞു, ഇത് സ്ഥലത്ത് വെച്ച് തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും തടസ്സങ്ങളുണ്ടോ? എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ ഇനി മാത്രം തടസ്സങ്ങൾ, കാരണം വലിയ കുഴപ്പമില്ലാത്തൊരു വീടാണ്, അത്യാവശ്യം സ്ഥലമുണ്ട്, അത് വിൽക്കാൻ ഇപ്പോൾ ഇത്ര പാടുണ്ടോ എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അതിന് തെളിവെന്ന പോലെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടെങ്കിലും വിൽപ്പന നടക്കുന്നില്ലായിരുന്നു. ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് തടസ്സപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്ത് പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും ഞാൻ ആ പറമ്പിൻ്റെ ഇതിൽ കൂടി നടന്ന് കൊന്ത ചെല്ലും, ഉടമ്പടി ഉപ്പ് വിതറും, തൈലം വരെ ഞാൻ മണ്ണിൽ തൂത്ത സമയങ്ങളുണ്ട്. അപ്പം അവിടുന്ന് ആ സ്ഥലവും വീടും വിറ്റ് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലവും വീടും എനിക്ക് കാണിച്ചു തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മെയ് മാസത്തിൽ അന്ന് ഓർത്തു, മെയ് മാസം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മാസമാണ്, കാരണം അമ്മയുടെ മാസമാണ്. ഒരുപാട് കാലം മുതൽക്ക് തന്നെ വണക്കമാസം വായിച്ച് ഞാൻ അതിന് അനുഗ്രഹം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മെയ് മാസത്തിൽ തന്നെ എനിക്ക് വീട് തരണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ റാലിയിൽ, ജപമാല റാലിയിൽ ഞാൻ വന്നപ്പോൾ അമ്മേനോട് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് പോയി, ജപമാല ചൊല്ലിക്കൊണ്ട്, അമ്മേ ഞാൻ ഇനി അടുത്ത പറഞ്ഞ ജപമാല റാലിയിൽ വരുമ്പോൾ വേറൊരു വീട്ടിൽ നിന്നായിരിക്കും വരുന്നത് കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ വെറുതെ ഈസി ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത് അമ്മ ഇത്രയേറെ ചെവിക്കൊള്ളൂ എന്നുള്ളത് ഞാൻ ഓർത്തില്ല. അതേപോലെ തന്നെ ഈ മെയ് മാസം ആയപ്പോൾ എനിക്ക് വേറൊരു ഭവനം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇനി പണിയാനൊന്നും വയ്യ, എനിക്ക് പറ്റില്ല, പണി തീർന്ന ഒരു ചെറിയ വീട്, അത് അമ്മയുടെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളൊരു ഭവനം, ഒരു ചെറിയൊരു ഭവനം തന്നേക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അർഹിച്ചതിലും കൂടുതൽ എനിക്കൊരു ഭവനം തന്ന് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അന്ന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് എൻ്റെ അമ്മയ്ക്ക്, എനിക്കൊരു വീട് തരുന്ന ആ സമയത്ത് എൻ്റെ വീട്ടുപേര് അത് കൃപാസനം എന്നായിരിക്കും. ആ ഒരു വാക്ക് ഞാൻ പാലിച്ചു. ഇന്നെൻ്റെ വീടിൻ്റെ പേര് കൃപാസനം എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിന് പുറകെ വന്നു ചേർന്നു മക്കളിലൂടെ. അതുപോലെ തന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ തുടർച്ചയായിട്ട്. അപ്പോൾ ഞാൻ ഈ വീട് സ്ഥലവും വിൽക്കാൻ വരുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഒരുപാട് പേര് വന്നു പോയപ്പോൾ, അമ്മേ ഇനി വീട് എടുക്കാൻ വരുന്ന ആൾ മാത്രം വന്ന് ഈ വീട് അന്വേഷിച്ചാൽ മതി, ഇനി ഒരുപാട് ആൾക്കാരെ കയറ്റി ഇറക്കരുത്, വയ്യ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ആൾ വന്നു. അപ്പോൾ തന്നെ ഞാൻ ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലാരുമില്ല. ഞാൻ മുട്ടുമേൽ നിന്ന് എനിക്ക് തോന്നി മനസ്സിൽ, രാവിലത്തെ പ്രഭാത പ്രാർത്ഥന ചെയ്തതാണെങ്കിലും നീലത്തിരി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് അറിവുള്ളതാണോ ഈ മനുഷ്യൻ തന്നെയാണോ എൻ്റെ വീടെടുക്കാൻ പോകുന്നത്? ഉടനെ ആ തിരിയിൽ വിമല ഹൃദയമാണ് വന്നത്. ഇന്ന് ഞാനത് സൂക്ഷിച്ചു വിട്ടിട്ടുണ്ട്. ഒരുപാട് അടയാളങ്ങൾ എൻ്റെ തിരിയിൽ വരാറുണ്ട്, മിക്കവാറും പൂ വരാറുണ്ട്. കഴിഞ്ഞ തവണ ഡിസംബർ 7-ാം തീയതി ഇതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ തന്നെ എൻ്റെ തിരിയിൽ വന്നതാണ്. എല്ലാം എൻ്റെ തെളിവുകൾ എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ തന്നെയാണ് വീട് സ്ഥലവും എടുത്തതെന്നുള്ളതാണ്. അതിന് പുറമെ വേറൊരു ഒരേക്കർ സ്ഥലവും കൂടെ വിൽക്കാനുണ്ടായിരുന്നു. ഈ സ്ഥലവും വീടും വിറ്റ പൈസ മാത്രം കൊണ്ട് നമുക്കൊരു വീടും ഇതെടുക്കാൻ സാധ്യമല്ലായിരുന്നു. ബാങ്കിലൊരു 10 ലക്ഷത്തോളം, അതുകൂടാതെ എക്സ്ട്രാ ഒരു 2 ലക്ഷം രൂപ, അങ്ങനെ 12 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ ശേഷം ഒരു വീടും സ്ഥലവും എടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏക്കർ സ്ഥലം വിൽക്കാതെ അത് വിറ്റിട്ടില്ലായിരുന്നു ഈ സമയത്ത്. അതും ഇതുപോലെ തന്നെ ഓരോ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി ആ പറമ്പിൽ കൂടെ നടന്ന് ഞാൻ കൊന്ത ചെല്ലുമായിരുന്നു. അങ്ങനെ അതും സാധിച്ചു തന്നു. അതും കൂടെ വിറ്റതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ വീട് സ്ഥലവും പുതുതായിട്ട് എടുക്കാൻ സാധിച്ചത്. അതിൻ്റെ പൈസയുടെ കാര്യത്തിലും കുറച്ച് എഗ്രിമെൻറ്റ് നീണ്ടുപോയി. അതിലിച്ചിരി ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ വീട് തന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് തരിക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനല്ല വീട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, വീട് തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ എനിക്കൊരു അടയാളം എവിടെയെങ്കിലും എനിക്ക് തരണം, ഒരു വാക്കിൽ, ഒരു കളറിൽ. ഇത് രണ്ടും കണ്ടു അവിടെ. അത് ശ്രീനന്ദനമായിരുന്നു, അത് ഇന്ന് കൃപാസനമാണത്. അപ്പോൾ അങ്ങനെ ആ വീടും സ്ഥലവും തന്ന് എനിക്ക് അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകന്, നാട്ടിലുള്ള എൻ്റെ മകന് ഒരു അലർജിയുടെ പ്രശ്നമുണ്ടായി. എവിടെ ചെന്നാലും ഡോക്ടർ ചോദിക്കും, നീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആണോ? അവരിങ്ങോട്ട് ചോദിക്കും നമ്മളോട്. പക്ഷേ ഒന്നും നിശ്ചയമില്ല, ടെസ്റ്റ് ചെയ്യും, ഒന്നും കുഴപ്പവും കാണുന്നില്ല. അപ്പോഴാണ് എല്ലാ തിങ്കളാഴ്ചയും ഞാൻ സ്വാതന്ത്ര്യാഭിഷേകം കാണുന്നൊരു പതിവുണ്ട്. മകനെ ഞാൻ ആ ആരാധനയിൽ പങ്കെടുപ്പിക്കുമായിരുന്നു. അത് എത്ര തവണ നീണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഒരു സുപ്രഭാതത്തിൽ ആ അലർജിയുടെ വിഷയം മാറിക്കിട്ടി. അവൻ തന്നെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആ രാത്രിയിലുള്ള പ്രശ്നം എനിക്കില്ല. അന്നേരമാണ് ഞാൻ അറിയുന്നത്, ഞാൻ ഈ സ്വാതന്ത്ര്യ വിഷയത്തിൽ ഞാനിത് നിയമം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത്. അതുപോലെ അവൻ്റെ BSc കംപ്ലീറ്റ് ചെയ്യാൻ പാസ്സാകണം, കാരണം ഒരുപാട് സപ്ലി അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വചനം പറഞ്ഞു കൊടുത്തു വിടും, നെറ്റിയിൽ തൈലം തൂത്ത് വിടും. അപ്പോൾ അവൻ എഴുതി വെക്കുമായിരുന്നു ആൻസർ ഷീറ്റിൻ്റെ പുറകുവശത്ത്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ടെന്നുള്ള ആ തിരുവചനം അവൻ എഴുതി വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്. പിന്നീട് എന്നോട് പറഞ്ഞു, അതിൻ്റെ ഫലമായിട്ട് അവനത്
നല്ല മാർക്കോടുകൂടി പാസ്സാവുകയും തുടർന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ അവനൊരു കോഴ്സ് അമ്മ തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവൻ പിന്നീട് വേറൊരു കോഴ്സ് എടുത്ത് അതിൻ്റെ ഇൻറ്റേൺഷിപ്പും പാസ്സായി നിൽക്കുകയാണ്. അമ്മ അവനൊരു ജോലിയും കൂടെ അതിൽ തന്നെ സാധിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി ഞാൻ എൻ്റെ 2 മക്കൾ ജർമ്മനിയിലാണ്, അവർക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ അവർക്ക് കൊടുക്കാം. ഹലോ, എൻ്റെ പേര് അശ്വിൻ. ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ പോയപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ലൈസൻസ് എടുക്കണമെന്ന്, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ കയറി കഴിഞ്ഞ് എൻ്റെ അവസാനമായപ്പോഴാണ് ഞാൻ അതിനകത്തോട്ട് എടുക്കാനുള്ള തീരുമാനത്തിലോട്ട് വന്നത്. അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഇവിടെ സ്ഥിരമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നതാണ്. അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി എനിക്കിങ്ങനെ ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അതൊന്ന് ഉടമ്പടിയിൽ വെക്കണം എന്ന് പറഞ്ഞു. മമ്മി അത് അടുത്ത തവണ പോയപ്പോൾ ഉടമ്പടിയിൽ വെച്ചു. അപ്പോൾ ഞാനങ്ങനെ തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഇംഗ്ലീഷിലാണ് എടുത്തത്, തിയറി ഫുള്ള്. അപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ ആപ്പിൽ തന്നെ നമുക്ക് ട്രയൽ എക്സാംസ് ചെയ്യാം. അപ്പോൾ അതിലെല്ലാത്തിലും ഞാൻ ജയിച്ചു, ഒരെണ്ണത്തിൽ പോലും തോറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തിയറിക്കുള്ള ഡേറ്റ് എടുത്ത് തന്നു. അവിടെ പോയി ആ എല്ലാ ജയിച്ച കോൺഫിഡൻസോടെ പോയി. പക്ഷേ അതിൻ്റെ മെയിൻ എക്സാമിന് ഞാൻ തോറ്റുപോയി, അത് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഇനി പോകുന്ന സമയത്ത് ഉടമ്പടി വസ്തുക്കളും കൊണ്ട് കൂടെ പോകും, അപ്പോൾ അതിൽ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ മമ്മി ഡെയിലി അയക്കുന്ന അച്ഛൻ്റെ പ്രാർത്ഥനയാണേലും ഞാൻ പകുതി ദിവസം കേൾക്കാറൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നെ പോകുന്നതിൻ്റെ അന്നാണെങ്കിലും ഞാനത് കേട്ടിട്ടാണ് പോയത്. പോയ വഴിക്ക് ഉടമ്പടി വസ്തുക്കളും കൂടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 2ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ തിയറി കിട്ടി. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ നാട്ടിൽ ഡ്രൈവിംഗ് ചെയ്ത ഒരു എക്സ്പീരിയൻസും ഇല്ല, ഞാൻ വണ്ടി ഓടിച്ചിട്ടുമില്ല. അപ്പോൾ ട്രാഫിക് റൂൾസൊക്കെ നല്ല പാടാണ് അവിടെ, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് മതി ഫെയിലാവാൻ. അപ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ തുടങ്ങി. ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് നല്ല പാടാണ്, പ്രത്യേകിച്ച് മാനുവൽ വണ്ടി വരാൻ നേരത്തെ എനിക്ക് തീരെ കൺട്രോളും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇങ്ങോട്ട് വന്നത്. ടിക്കറ്റ് നേരത്തെ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ ഞാനിങ്ങനൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, പോരുന്നതിന് മുന്നേ ലൈസൻസ് കിട്ടണമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് എക്സാമിലോട്ട് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഇതിൻ്റെ കാര്യം പിന്നെ ആലോചിക്കേണ്ടതെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് അയാൾ ഡേറ്റ് തന്നത് 9-ാം തീയതിയാണ് പ്രാക്ടിക്കലിന്. കാരണം അന്നേരം എൻ്റെ കറക്റ്റ് ദിവസമാവത്തുള്ളൂ. എനിക്ക് ഇത്ര ക്ലാസ് വേണം പ്രാക്ടിക്കലിൽ, എന്നാൽ മാത്രമേ എനിക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എനിക്കൊരു കൺട്രോളും വരിക, വണ്ടി ഓടിച്ചൊരു ഓക്കെ ആവുള്ളൂ. അന്നേരം 9-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അയാൾ പറഞ്ഞു, എനിക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട്, എന്നോട് ചോദിക്കാതെ എനിക്ക് ഡേറ്റ് എടുത്തു. 9-ാം തീയതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, നാട്ടിൽ പോയിട്ട് വന്നിട്ട് എടുക്കാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വിഷമത്തോട് വിചാരിച്ചു, അയ്യോ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നാൽ വീണ്ടും 2 മാസം പോവും, പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും ഡേറ്റ് കിട്ടുമല്ലോ, നല്ല പാടാണ് ഡേറ്റ് കിട്ടാൻ. അപ്പോൾ വീണ്ടും ഡിലേ ആവുമെന്ന് വിചാരിച്ചു. അന്നേരം അന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണേ എന്ന്. അന്ന് വൈകുന്നേരം തന്നെ അയാൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, 22-ാം തീയതി നിനക്ക് എക്സാം എഴുതാൻ താല്പര്യമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അന്നൊരു 5 പേർക്ക് ഓൾറെഡി പുള്ളി ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എഴുതാനിരുന്ന ഒരാളെ മാറ്റിയിട്ട് അയാൾ എന്നെ ആ ദിവസത്തിൽ കയറ്റി. ഞാനാണെങ്കിൽ ആ ദിവസം കൊണ്ട് പ്രാക്ടിക്കൽ കറക്റ്റ് ക്ലാസ് ആവത്തുമില്ല. ഞാനാണെങ്കിൽ എൻ്റെ തലേന്ന് വരെ കുറേ മിസ്റ്റേക്ക് ഓടിച്ചപ്പോൾ എനിക്ക് പറ്റി. അപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു എന്തായി തീരുമെന്ന്. അപ്പോൾ ഞാനന്ന് എക്സാമിന് പോയപ്പോൾ രാവിലെ പ്രാർത്ഥിച്ചു, എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഉടമ്പടി വസ്തുക്കളും കൂടെ കൊണ്ടുപോയി. അപ്പോൾ വണ്ടി ഇരിക്കുന്ന സമയത്ത് അന്ന് പോയപ്പോഴും എൻ്റെ ഇന്നൊരു വലിയ മിസ്റ്റേക്ക് പറ്റി. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ടർക്ക് എന്നെ തോൽപ്പിക്കായിരുന്നു, പക്ഷേ അന്നും അത്ഭുതം പോലെ എന്നെ തോൽപ്പിച്ചില്ല. അന്ന് എനിക്ക് അന്നത്തോടു കൂടെ എനിക്ക് ആ ലൈസൻസ് നേടിയെടുക്കാൻ പറ്റി. വരുന്നതിന് 6 ദിവസം മുന്നേ എനിക്ക് ലൈസൻസും കിട്ടി. എല്ലാം കൊണ്ടും സന്തോഷമായി. മാതാവിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അർപ്പിത. ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുന്നു. ആദ്യമായി ഞാൻ ജർമ്മനിയിലേക്ക് പോയപ്പോൾ അവിടെ ചെന്ന് നഴ്സിംഗ് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് പോയത്. അപ്പോൾ എനിക്ക് പോയപ്പോൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാതെയാണ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഞാൻ പോയത്. ശേഷം ഞാൻ ജർമ്മനിയിൽ ചെന്ന് ഞാൻ B1 എക്സാം എഴുതാൻ തീരുമാനിച്ചു. വലിയ ലാംഗ്വേജ് സ്കില്ലൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത്. എന്നാലും മാതാവിൽ വിശ്വസിച്ച് ഞാൻ ഉടമ്പടി എടുത്ത ധൈര്യത്തിലാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി ഞാൻ മാതാവിനോടൊരു അടയാളവും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ സ്പീക്കിങ്ങിന് വന്ന ആളുടെ ഡ്രസ്സിൻ്റെ കളറ് വരെ എനിക്ക് മാതാവ് അടയാളമായി തന്നു. ശേഷം ഞാൻ ഹാളിൽ ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു.
റീഡിങ്ങും ഹിയറിങ്ങും എനിക്ക് നല്ല പാടായിരുന്നു. അതുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഇല്ലായിരുന്നു. ശേഷം റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ശേഷം എനിക്ക് എത്രയും വേഗം ഒരു നേഴ്സിംഗ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക ഉണ്ടായിരുന്നു. അവിടെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി പെട്ടെന്ന് കയറുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു നേഴ്സിംഗ് സ്കൂളിനെ കുറിച്ച് ഞാൻ അറിയുകയും അവിടേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു. ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആ സ്കൂളിൽ തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലഭിച്ചു. ഞാൻ പോയപ്പോൾ ആ ഓഫീസിൽ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, തലയിൽ തൈലവും പുരട്ടി. അങ്ങനെ അവിടെ വന്ന എൻ്റെ ഇൻ്റർവ്യൂവിൽ 3 പേരുണ്ടായിരുന്നു. 3 പേരും എന്നോട് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് അവിടെ ഒരു നല്ല സ്കൂളിലൊരു നേഴ്സിംഗ് അഡ്മിഷൻ ലഭിച്ചു. നേഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ നേരത്ത് അവരെന്നോട് വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് വാക്സിൻ പെട്ടെന്ന് എടുക്കുക ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വാക്സിൻ സർട്ടിഫിക്കറ്റ് അവിടെ അക്സെപ്റ്റ് ചിലയിടത്ത് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കിനി അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തരുത്. അങ്ങനെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൽ തൈലം പുരട്ടി ഞാൻ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ അവർ അത് റിജക്റ്റ് ചെയ്യാതെ അവരത് അക്സെപ്റ്റ് ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്യാറ്, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. മമ്മി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കാനും കഴിയുന്നത്രയും ദിവസങ്ങളിൽ അവിടെ പള്ളിയിൽ പോകാനും ഞാൻ ശ്രമിക്കും. ഇത്രയധികം ചെയ്തെന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾക്ക് ഒരു 20 സെൻറ്റ് സ്ഥലം പട്ടയമില്ലാത്ത ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു അതിനൊക്കെ ഒരു രേഖ എന്നുണ്ടാക്കി വരാനാ. പക്ഷേ ഞാൻ ഉടമ്പടിയിലാണെന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ഞങ്ങളതിനെ കൊടുത്തു. ഹസ്ബൻഡ് പോയി വില്ലേജ് ഓഫീസിൽ ഉടമ്പടി ഒപ്പിട്ട് തന്നെ പ്രാർത്ഥിച്ച് അതിൻ്റെ പേപ്പറുകൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറം നേരത്തെ ഞങ്ങൾക്കത് സാധിച്ചു തന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു ദിവസമെങ്കിലും ഒരു ഫോണിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നട റോട്ടിലാണെങ്കിൽ എവിടെ വെച്ചും അമ്മയുടെ പ്രത്യക്ഷീകരണം പറയാതെ കടന്നു പോകുന്ന ഒരു ദിവസമില്ല. ഒരു ഫോണിൽ കൂടെ ആകാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് തോന്നുന്നു. ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്. മക്കൾ അയച്ചു തരുന്ന പൈസയിൽ നിന്ന് ഒരു വിഹിതം പൊതിച്ചേറിനേക്കാൾ ഉപരിയായിട്ട് ഒരു പൈസ കൊടുക്കുമ്പോൾ അവർക്കത് വലിയ സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇപ്പോൾ പൊതിച്ചോറല്ല, അവർക്കത് കിട്ടും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവർക്കൊരു മരുന്ന് മേടിക്കാൻ തികയുവാണെങ്കിൽ അത് തികയട്ടെ അങ്ങനെ ഓർത്താണ് ഡ്രസ്സുകൾ കൊണ്ട് കൊടുക്കാറുണ്ട്. ഞങ്ങൾ കൂട്ടത്തോട് ഞങ്ങൾ 2-3 ചേച്ചിമാരെല്ലാവരും കൂടി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരുപാട് ബലഹീനതകളുണ്ട് എങ്കിൽ പോലും ഏത് പ്രതിസന്ധികളിലും ധൈര്യമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്.
സാക്ഷിയായിട്ട് ജിജി ബാബു തൻ്റെ കുടുംബത്തോടൊപ്പം തങ്ങളുടെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജിജി ബാബുവിൻ്റെ വാക്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ കുടുംബത്തോടൊപ്പം ഇപ്രകാരം ഉണ്ടായിരുന്നുള്ളത്. കാരണം ഇരു വാക്കുകളിൽ പറയുന്നുണ്ട്, ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ ഈശോ നേടി എന്നതിൻ്റെ അടയാളമാണ് തങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും. തനിക്ക് തൻ്റെ സ്ഥലം വിറ്റ് പോകുവാനും ആ വിറ്റുപോയ സ്ഥലത്തോട് ചേർന്ന് തന്നെ മറ്റൊരു സ്ഥലങ്ങൾ വീടും വാങ്ങിക്കാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥലത്ത് ചുറ്റി നടന്ന് കൊന്ത ചൊല്ലുകയും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് പരസ്യം ഇടപെടല് അത് വിൽക്കുവാനും മറ്റൊരു സ്ഥലം വീട് സ്ഥലം വായിക്കുവാനായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലെ മക്കളുടെ സാക്ഷ്യങ്ങളാണെങ്കിൽ പോലും 2 മക്കൾ ജർമ്മനിയിലാണ്. അശ്വിൻ്റെ സാക്ഷി നമുക്ക് പറഞ്ഞിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ കൃപയിലാണ് തനിക്ക് ആ ലൈസൻസ് തിയറിയും പ്രാക്ടിക്കലൊക്കെ പാസ്സാകുവാനായിട്ടൊക്കെ ഡേറ്റൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. കാരണം താൻ തിരിച്ചു പോരുന്ന ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റിൽ തനിക്കത് പങ്കെടുക്കുവാനായിട്ട് പറ്റാതെ വരികയും, പക്ഷെ എന്നാൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് മറ്റൊരാളിലൂടെ തന്നെയാണെങ്കിലും ആ ഡേറ്റ് അത് കുറച്ചുകൊണ്ട് താൻ പോരുന്നതിന് മുമ്പ് അത് ഡേറ്റിൽ ലൈസൻസ് എടുക്കാനൊക്കെ ആയിട്ടൊക്കെ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ജർമ്മനിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും റീഡിങ്ങും ഹിയറിങ്ങും ഒക്കെ അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് ഇത്തിരി ടഫാണെങ്കിലും ആദ്യ അറ്റംപ്റ്റ് തന്നെ പാസ്സാകാനൊക്കെ ആയിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. തനിക്ക് നഴ്സിംഗ് സ്കൂൾ അഡ്മിഷൻ കിട്ടുമ്പോഴൊക്കെ ആണെങ്കിലും താൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ വാക്സിൻ്റെ ഡോക്യുമെൻ്റ് തന്നെയാണ് അത് പൂർണ്ണമായിട്ടും യാതൊരു വിധമായ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കണ്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ക്രമീകരിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള ഈ കുടുംബത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ ഇനിയും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുമാ ശശികുമാർ. ഇതെൻ്റെ മോള് ശാലിനി മോള്, എൻ്റെ കുഞ്ഞുമോള് ഇഷ്ബിക. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 13/11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടെ വരാനുണ്ടായ കാര്യം, എനിക്ക് അതിനു മുമ്പേ ഒരുപാട് പത്രങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, വായിച്ചിട്ടുമില്ല. തരും, ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലിയാണ്, തരും, ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ കീഴിൽ വയ്ക്കും. ഞാൻ നോക്കിയിട്ടില്ല. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു പത്രം കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഹിന്ദുക്കൾ ഉടമ്പടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, സുമാ സാക്ഷ്യം പറഞ്ഞോളും. ഞാൻ ഉടനെ മറുപടി പറഞ്ഞു, മോളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം ഞാനിവിടെ വന്നു. 13/11/2022 കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ വീട് വിൽപ്പന, എൻ്റെ 3 മക്കളും കല്യാണം കഴിച്ചിട്ട് 9 വർഷം 8 വർഷം 6 വർഷമായി. ഞാൻ വളരെയധികം ത്യാഗത്തിലാണ്, വിഷമത്തിലും സങ്കടത്തിലും ആണ്. ഒരു പരിപാടിക്ക് പോകാനോ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അയൽക്കാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തലകുനിക്കിച്ച് നടക്കുമായിരുന്നു. കാരണം അവർ ചോദിക്കുന്നതിന് എനിക്ക് മറുപടിയില്ല. എൻ്റെ 3 മക്കളും കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥയെ എനിക്ക് വളരെയധികം വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതാരും ചോദിക്കുന്നവരാരും അതറിയുന്നില്ല. എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് അവരറിയുന്നില്ല. ഞാനിവിടെ വന്ന് എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മ മാതാവിന് സമർപ്പിച്ചു. 3 എൻ്റെ ഇളയ മോൾക്ക് ജോലിയില്ല, വീട് വിൽക്കണം. ഒത്തിരി പ്രതിസന്ധിയിലാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ 2023 മാർച്ചിൽ എൻ്റെ മോൾക്ക് ഒരു ഫിനാൻസിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ 2ാമത്തെ ഉടമ്പടിയാണിത്. എൻ്റെ ഫസ്റ്റ് ഉടമ്പടി
എൻ്റെ ഹസ്ബൻഡ് 40 വർഷമായി സിഗരറ്റ് വലിയായിരുന്നു. ഉടമ്പടി സാക്ഷ്യമായിരുന്നു അത്. 40 വർഷമായി സിഗരറ്റ് വലി. ഇവിടെ വന്ന് അത് നിർത്തി. ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അതായിരുന്നു എൻ്റെ ഇവിടെ ആദ്യം എനിക്ക് വന്ന് 2023 ജനുവരി 1 എനിക്ക് കിട്ടിയ അനുഗ്രഹം അതാ. അത് കഴിഞ്ഞാണ് എൻ്റെ മോൾക്ക് ജോലിയുടെ ഇത്. അത് കഴിഞ്ഞ് മെയ് 20 ഞാൻ എൻ്റെ വീട് വിൽക്കാനായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 18 എൻ്റെ മോള്, എൻ്റെ ഇളയ മോൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച്, എൻ്റെ മരുമോളെ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ വീടാണ് ചോദിച്ചത്, പക്ഷേ എൻ്റെ അമ്മയ്ക്കറിയാം എനിക്ക് വീടല്ല ആവശ്യം, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുടുംബത്തെ എൻ്റെ അമ്മ ഉയർത്തി. ഞാൻ വളരെയധികം സന്തോഷിച്ചു. 8 മാസം ആയപ്പോഴത്തേക്ക് ആ മോള് പ്രസവിച്ചു. ഒരു കുഞ്ഞിന് ഒരു കാലിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഉടമ്പടി തൈലവും അതിൻ്റെ എല്ലാം പ്രാർത്ഥനയുടെ സഹായത്താൽ അത് മാറി. അവർ മസ്കറ്റിലാണ്. അവർ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നുകൊള്ളും. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളാണ്. 9 വർഷമായി കല്യാണം കഴിച്ചിട്ട്. എപ്പോഴും എന്തോ എന്നോട് പറയും, അമ്മ ഇളയ മോൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അമ്മ ഞങ്ങൾക്ക് 2 പേർക്ക് കുഞ്ഞുങ്ങളില്ല, വേറെ 2 പേർക്കും ഇല്ല, എൻ്റെ മോൾക്കുമില്ല, എൻ്റെ ഇതിൻ്റെ ഇളയ മോനുമില്ല. എന്നോടെന്നും പറഞ്ഞ് കരയും. ഞാൻ ഇവിടുത്തെ മെയ് മാസത്തിലെ വണക്കമാസത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ മോള് പറയും. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഞാൻ ദുബൈയിൽ നിന്നാണ് വരുന്നത്. 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ 2025 സ്റ്റാർട്ട് ചെയ്തത്. സെബേനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ഞാൻ ഡോക്ടറോട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, സാറേ IVF ചെയ്തു, കാരണം ഇത്രയും വർഷമായല്ലോ, അത് കാരണം IVF ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, നമുക്ക് നോക്കാം, നോർമലായിട്ടാകുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയോട് പറയും, അമ്മ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ, എൻ്റെ കാര്യം മാത്രം എന്നെ അമ്മ ഇത് ഒരു കാര്യങ്ങളൊന്നും ആകുന്നില്ലല്ലോ എന്ന് പറയാം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ അമ്മ പറയും നടക്കും മാതാവ് നടത്തി തരുമെന്ന് പറയും. അങ്ങനെ ഇവിടുന്ന് നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും കൊന്ത ചൊല്ലുമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസത്തെ മെഡിസിൻ എടുക്കുക, 6 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും ആകുന്നില്ലെങ്കിൽ ഇനി വരണം, നമുക്ക് ഡിസംബറിലേക്ക് IVF ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മരുന്നുമായിട്ട് അങ്ങ് പോയി. ഒരു 3 മാസം മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് ജോലിയും ചെയ്യണം, മരുന്നും ഈ ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്തപ്പോൾ ഞാൻ ആ ടയേർഡായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായി, ഡിപ്രഷനൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഡിസംബർ നമ്മൾ നാട്ടിൽ പോകും, അപ്പം നമുക്ക് IVF ചെയ്യാം, കാരണം ഇത്രയും ഡിപ്രഷനിലൊക്കെ അവസ്ഥയിലായിട്ട് ജോലി ചെയ്യാനും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മെഡിസിൻ എല്ലാം നിർത്തിയേക്ക്, നവംബർ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ മെഡിസിനൊക്കെ ഡിസംബർ നമുക്ക് ചെന്ന് IVF ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഫോളിക് ആസിഡ് മാത്രമേ എടുക്കുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ ഞാൻ പ്രഗ്നൻ്റായി. ഞങ്ങൾ അറിഞ്ഞില്ല, കാരണം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയും എനിക്കൊരു മേലായികയുണ്ട്, അങ്ങനെ എനിക്ക് വയ്യെന്നൊക്കെ പറയും. നമ്മളെല്ലാം എപ്പോഴും ഇത് നോക്കുന്നതല്ലേ, അതുകൊണ്ട് ഒന്നും കാണത്തില്ല, നീ നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് അവസാനം ആയപ്പോഴത്തേന് എനിക്കൊരു പനി വന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിച്ച് പനി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് പീരിയഡ്സ് ആയിട്ട് 2 മന്ത് ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് അത് നോക്കണമെന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അൾട്രാസൗണ്ട് റൂമിലേക്ക് എത്തിയപ്പം മാഡം പരിശോധിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ഇത്രയും വർഷം ഞാനൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായി. ഞാൻ അമ്മയെ വിളിച്ച് പറയാം. അപ്പം അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞു കണ്ടോ മാതാവ് നിനക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ
ഞങ്ങൾ അധികം ആരോടൊന്നും പറഞ്ഞില്ല. കാരണം 3 മാസമൊക്കെ കഴിയട്ടെ. ഇത് ഒന്നാമത് എനിക്ക് മൂന്നാം മാസമൊക്കെ അപ്പോൾ ഷുഗറൊക്കെ ആയി. അപ്പോഴത്തേന് നമുക്കങ്ങ് പേടിയായി. ഇത് എന്തുവാ, ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ 4-ാം മാസമായപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അങ്ങനെ ബിലീവേഴ്സിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 5-ാം മാസത്തെ അൾട്രാസൗണ്ടിൽ കാണുകയാണ് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് ഹോളുണ്ടെന്ന് കാണുക. അപ്പം ഞാനാണെങ്കിൽ എന്നോട് അൾട്രാസൗണ്ട് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ തന്നെ മാഡം പറഞ്ഞു, ഇതൊരു ചെറിയ പ്രശ്നമുണ്ട്, ഇത് മാറും, കാരണം ഇത് ഷുഗർ ഉള്ളത് കൊണ്ടായിരിക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അതിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വലിയ വായിൽ ഭയങ്കരമായിട്ട് കരയുവാണ്. അപ്പോൾ എന്നോട് ഡോക്ടറൊക്കെ ആശ്വസിപ്പിച്ചു, ഇല്ല നീ ഒരു നേഴ്സാണ്, അതുകൊണ്ട് നീ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ഇത് മാറിക്കോളും, ഇത് കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ പൂർണ്ണമാകുന്ന അനുസരിച്ച് ഇത് ചിലപ്പോൾ കാണാതെ പോകാം, അതുകൊണ്ട് നീ ഇല്ലാതാകും, നീ അതുകൊണ്ട് പേടിക്കുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണെങ്കിൽ അതൊന്നും എൻ്റെ ചെവിയിലോട്ട് കയറുന്ന ഒരു അവസ്ഥയിലല്ല. ഞാൻ എന്നിട്ട് വെളിയിലോട്ട് വന്നിരുന്ന അമ്മയോട് പറഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പം അമ്മ വെളിയിൽ നിന്നിട്ട് അമ്മ എന്നെ നോക്കി എന്നോട് പറഞ്ഞു, നീ മാതാവിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാണിത്, ഒന്നുമേ വരുത്തത്തില്ല മാതാവ്, നീ പേടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയുവാണ്. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല, അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം മാഡത്തോട് ഞാൻ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, എന്നാൽ അടുത്ത മാസം നമുക്ക് 3D എക്കോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വീട്ടിൽ വന്ന് എന്നോട് അമ്മ പറഞ്ഞു, നീ ഒന്നും വിഷമിക്കുക വേണ്ട എന്ന് പറഞ്ഞു. ഞാനപ്പോൾ വീട്ടിൽ വന്നിട്ട് നാത്തൂനോടും ആങ്ങളയോടും അച്ഛനോടും എല്ലാം പറഞ്ഞു, ഹസ്ബൻഡിനോടും ഒക്കെ. എന്നെ അമ്മയ്ക്കാണെങ്കിൽ ഈ ഒരു സംഭവം നടന്നിട്ട് അമ്മ ഒന്നും അനങ്ങാതെ നിൽക്കും. ഞാനിവിടെ വന്ന് ഭയങ്കര വലിയ വായിൽ കരയമാണല്ലോ. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും പറയാഞ്ഞ അതുകൊണ്ടാണ്, മാതാവിന് കൊടുത്തത് മാതാവ് നോക്കിയോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അടുത്ത പ്രാവശ്യം നമ്മൾ എക്കോ എടുക്കാൻ ചെല്ലുമ്പോൾ ഈ ഹോൾ അവിടെ ഉണ്ടായിരിക്കുകയില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 6-ാം മാസത്തിൽ എക്കോ എടുക്കാൻ ചെന്നപ്പോൾ എക്കോ എടുത്ത് കഴിഞ്ഞ് മാഡം എന്നോട് പറഞ്ഞു, ശാലിനി ആ ഹോൾ ഇപ്പോൾ അവിടെ കാണുന്നില്ല, അങ്ങനൊരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു മാതാവിനോട്. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു, മാതാവേ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നേക്കാം, ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, അമ്മയുടെ കൂടെ വന്നെന്ന് പറഞ്ഞ്. അങ്ങനെ 7-ാം മാസമായി. 7-ാം മാസം അപ്പോൾ എൻ്റെ ഷുഗർ ഇച്ചിരി ചേഞ്ചസ് വന്നു ഷുഗറിൽ. അപ്പം മാഡം എന്നോട് പറഞ്ഞു, വന്ന് അഡ്മിറ്റ് ആകണം, കാരണം എന്താ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസുലിൻ വീട്ടിൽ തന്നു കിടത്തില്ല, കാരണം ഷുഗർ വേരിയേഷൻ വല്ലതും ഉണ്ടായ ബുദ്ധിമുട്ടാണല്ലോ, അപ്പം നീ വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 7-ാം മാസം അവസാനമായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വന്നപ്പോൾ അപ്പോൾ 7-ാം മാസം സ്കാനിങ് നടത്തില്ല. അപ്പോൾ മാഡം പറഞ്ഞു, അഡ്മിറ്റ് ആക്കിയിട്ട് പറഞ്ഞു, എന്നാൽ സ്കാൻ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം മാസത്തെ സ്കാനിങ് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സർവിക്സ് ഇച്ചിരി ഓപ്പണാണ്, ഷോർട്ട് സർവിക്സുമാണ്. അപ്പോൾ എന്നോട് മാഡം അപ്പം തന്നെ അവർ എന്നോട് പറഞ്ഞു, ഇന്ന് തന്നെ സർജറി ചെയ്യണം, കാരണം അതുപോലെ തന്നെ എൻ്റെ വയറും അങ്ങ് വല്ലാതെ ടൈറ്റായി. അപ്പോൾ പ്രസവം നടക്കും ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എന്നെ വേഗം ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അവിടുന്ന് OT-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ കുഞ്ഞിനെ എല്ലാവിധ വളർച്ചയുമായിട്ട് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8-ാം മാസം അവിടെ അഡ്മിറ്റായി. അങ്ങനെ 38-ാമത്തെ ആഴ്ച വരെ മാതാവ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഏപ്രിൽ 12-ാം തീയതി എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. അതുകൊണ്ട് മാതാവിന് 1000 നന്ദിയുണ്ട്. കാരണം എന്നെ പലവരും എന്നെ കളിയാക്കെടുത്ത് എൻ്റെ തല ഉയർത്തിപ്പിടിച്ചതിന്, എനിക്കൊരു കുഞ്ഞിനെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മോൻ്റെ ഭാര്യ 8 മാസം പ്രഗ്നൻ്റാണ്. മൂന്നാമത്തെ മകന് 8 വർഷം കഴിഞ്ഞ് ഇപ്പോൾ പ്രഗ്നൻ്റാണ്. ആദ്യത്തെ കുഞ്ഞ് പ്രഗ്നൻ്റാണ്. ഇപ്പം 8 മാസമായി ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ കൊണ്ട് ബ്ലസ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. കുഞ്ഞിനെ തന്നു. പിന്നെ അടുത്തത് എൻ്റെ വീട് വിൽപ്പനയായിരുന്നു. എനിക്ക് എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി വളരെയധികം വിഷമിച്ചു. ഞാൻ അന്നേരം എല്ലാം മാതാവിനോട് എൻ്റെ വീട് വിൽക്കണ കാര്യം പറയുമ്പോൾ എൻ്റെ വീട് വിൽക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിട്ടും എൻ്റെ വീട് വിൽക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ മക്കൾക്ക് 3 പേർക്കും കുഞ്ഞുങ്ങളെ തന്നതിന് ശേഷം ആ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ 3 മക്കൾക്കും കുഞ്ഞുങ്ങളെ തന്നതിന് ശേഷം മാതാവ് എൻ്റെ വീട് വിറ്റ് തന്നു.
മാതാവ് വീട് വിൽക്കുമ്പോഴും പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കച്ചവടമായിരുന്നു. 23 ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ വീട് വിറ്റത്. ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ വീട് വിൽക്കുന്നത്. എനിക്കൊന്ന് സംസാരിക്കാനോ ഒന്ന് പറയാനോ ഒന്നും ആയില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു 4 ബോർഡാണ്, ജപ്തിയുടെ 4 ബോർഡാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ഇത് കച്ചവടം എത്ര എളുപ്പം ചെയ്ത് അവരുടെ ബാങ്കുകാരുടെ കടം വീടണം എന്നായിരുന്നു ഹസ്ബൻഡിൻ്റെ. അത് കാരണം എനിക്കൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റാതെ ഹസ്ബൻഡ് ടോക്കൺ വാങ്ങിച്ചു, അഡ്വാൻസ് വാങ്ങിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മ എന്നെ സമ്മതിക്കുന്നില്ല, വീട് അവർക്ക് കൊടുക്കണ്ട എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് ഹസ്ബൻഡിന് ഇച്ചിരി ദേഷ്യമുണ്ട്. തന്നെയല്ല, ആണുങ്ങൾ വാക്ക് പറഞ്ഞെടുത്ത് എനിക്ക് കയറി പറയേണ്ട ഒരു കാര്യമില്ല. ഞാൻ അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞു. ഞാൻ വളരെയധികം ദുഃഖിച്ച ഈ ഒരു കാര്യത്തിൽ. എനിക്ക് മോളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും എനിക്കതൊന്നുമല്ല കാര്യം, എൻ്റെ വീട് വിൽക്കണം, അമ്മ എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വീട്ടിൽ വന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അവരെന്ത് പറഞ്ഞു? അവർ അഡ്വാൻസ് തന്നു എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞു, അമ്മ എനിക്കിത് ഹസ്ബൻഡോട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി ദേഷ്യമുള്ള ആളാണ്. തന്നെയല്ല, അഡ്വാൻസ് മേടിച്ച് അച്ഛൻ്റെ വാക്കിന് ഒരു വിലയില്ലാതെ പോകും, അതുകൊണ്ട് അമ്മ തന്നെ ഇത് സംസാരിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെ വീട് വാങ്ങി ഒരു ഫോൺ വിളിച്ചു. അവർ അഡ്വാൻസ് തന്നിട്ടുണ്ട്, 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു. അവർക്ക് ആധാരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, ആധാരം തരത്തില്ല. ആധാരം എഴുതുന്ന എന്നോ അന്നാണ് ആധാരം തരുന്നത്. എത്ര രൂപ തന്നാലും അതിന് തരത്തില്ല എന്ന് പറഞ്ഞു. ആ കച്ചവടം മാറിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 26 ലക്ഷത്തിന് അവർ ആ വീട് വാങ്ങിച്ചു. 3 ലക്ഷം രൂപ കൂടെ എൻ്റെ മാതാവ് എനിക്ക് തന്നു. ഇപ്പോൾ 1 വർഷം ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അനുമതിയും തന്നു. ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കും, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ പൊതിച്ചോറുകൾ കൊടുക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ആശുപത്രികളിൽ പോയി രോഗികളെ കാണുന്നുണ്ട്, തൈലം തൂത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേർക്ക് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അതൊക്കെയായിരുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിൽ. ഞാൻ ഒരുപാട് എനിക്ക് ഭയങ്കര ദേഷ്യവും ആർക്കും ഒരു സാധനം കൊടുക്കത്തില്ലാത്തൊരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും എനിക്ക് ആർക്കും കൊടുക്കുവാനും ആരോടും സൗമ്യതയോടുകൂടി സംസാരിക്കുവാനും എൻ്റെ മാതാവ് എനിക്ക് വളരെയധികം ക്ഷമ തന്നു. അത് ഞാൻ ജപമാല, ബൈബിള്, അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്, ജപമാല വയ്ക്കുന്നുണ്ട്. ജപമാല എല്ലാ ദിവസവും ജപമാല ചെല്ലുന്നുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കാണുന്നുണ്ട്. ഈ ഇവിടുത്തെ ധ്യാനം കൂടുന്നുണ്ട്. പിന്നെ ഞാൻ 3 പ്രാവശ്യം അഖണ്ഡ ജപമാലയിൽ കണ്ടിന്യൂ ആയിട്ട് 3 വർഷം ഞാൻ പങ്കെടുത്തു. ഈ ഡിസംബർ 7-ാം തീയതി, ഈ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ രാവിലെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾക്ക് വേഗം പോകാനായിട്ട് ഞങ്ങൾ വന്നവരാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ചെറിയ തോതിൽ പനിയുണ്ടായിരുന്നു. ഇവിടെ വന്ന് 5 മണി വരെ നിന്നിട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ സാധിച്ചില്ല ജനങ്ങൾ കൊണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവുക, എനിക്ക് പനി കൊണ്ട് തീരെ വയ്യ, നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ അമ്മയെ കാണാനാണ് വന്നത്, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല, ആലപ്പുഴയിൽ നിന്ന് ലാസ്റ്റ് വണ്ടി 9 മണിക്കാണ്, നീ ഇവിടെ രാത്രി കിടക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ കിടന്നോളാം, എങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ഞാൻ രാവിലെ വീട്ടിലെത്തിക്കോളാം. ഞാൻ പോയില്ല. എന്നെ ആകുന്ന വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ ഇവിടെ 8 മണി രാത്രിയായപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുക്കൽ കയറാനുള്ള അനുമതി കിട്ടി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് 10 മണിയായപ്പോഴത്തേക്ക് എനിക്ക് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള ബസ് കിട്ടി. രാത്രി 10 മണി. ഞാൻ 11:30-12 ആയപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നു. അതെനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഈ അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് രോഗസൗഖ്യം തരുന്നുണ്ട്. എനിക്ക് ഒരാഴ്ച ഒരു പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ആ വിശുദ്ധ തൈലം തൂത്തതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടി. മെഴുകുതിരിയിൽ എനിക്ക് കുറേ അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ട്. ഈശോയും ഉണ്ണിയേശോയും എൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാണ് എൻ്റെ മക്കൾക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടാൻ ഇടയായത്. ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഒരു കുഞ്ഞ് താഴെ വീണു. ഞാൻ ഈ ഉണ്ണിയേശു ആണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഓടി അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന്, ഇത് കണ്ണ് തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓടി അടുത്ത വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് ഇതിൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന്. ഞാൻ എൻ്റെ കയ്യിലോട്ട് മേടിച്ചപ്പോൾ ഉണ്ണിയേശു വരുന്നത്. എനിക്കൊരുപാട് സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം.
പിന്നെ അമ്മ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമ്മയോട് കുറച്ച് കരഞ്ഞു പറഞ്ഞിട്ടാ പോയേ. ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ എന്നെ മുല്ലപ്പൂ കൊണ്ട് പൊതിയുന്ന പോലുള്ള മണം തന്നു. ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെയാണെന്നും അത് സത്യം തന്നെയാണ്. എൻ്റെ അനുഭവം എന്നെ സത്യമാണ്. എനിക്ക് ഒരുപാട് എൻ്റെ അയൽവക്കക്കാർ പോലും പറയുന്നുണ്ട് ഇത്രയധികം അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയില്ലെന്ന്. അതുപോലെ എനിക്ക് അനുഗ്രഹം കിട്ടി. എനിക്കൊരു ടു വീലറുണ്ട്. ആ ടു വീലറിലാണ് ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നത്. ഒരു ദിവസം ആ ടു വീലർ ഒരു 3 മണിയായപ്പോൾ, ആദ്യം 1 മണിയായപ്പോൾ പട്ടി കുരച്ചു, പുറത്തിറങ്ങിയില്ല. കള്ളന്മാരുടെ ശൈലവും പേടിയായിരുന്നു. അത് കണ്ട് 3 മണിയായപ്പോഴത്തേക്ക് വീണ്ടും കുരച്ചു. ഞങ്ങൾ പെട്ടെന്ന് കതക് തുറന്നില്ല, ജെല്ല് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഇല്ല. എൻ്റെ വണ്ടിക്കകത്തും മാതാവ്, എൻ്റെ വണ്ടിയുടെ കീ ചെയിൻ മാതാവ്, എൻ്റെ കയ്യിലും മാതാവിനെ കൊണ്ടാണ് ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് എപ്പം വണ്ടി എടുക്കുന്നുവോ ആ ജോലി സ്ഥലം വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എവിടെ പോണെങ്കിലും. അച്ഛൻ എപ്പോഴും പറയും, ഒരു പച്ചമുളക് മേടിക്കാൻ പോകണമെങ്കിൽ പോലും നിങ്ങൾ മാതാവിനോടും ഈശോയോടും ചോദിച്ചിട്ട് പോകണമെന്ന്. ഞാൻ എവിടെ പോണെങ്കിലും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഫലമായി ആ കള്ളന്മാർ വണ്ടി എൻ്റെ റോഡിൽ വെച്ചിട്ട് പോയി കളഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് വണ്ടി തിരിച്ചു കിട്ടി. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനകോടി നന്ദി പറയുന്നു. ഇനി മുന്നോട്ട് ഞാൻ മാതാവിൻ്റെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈശോയുടെ മാതാവിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എനിക്ക് വളരെ ആഗ്രഹം. മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കണം എനിക്ക്. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇത്രയും തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനകോടി നന്ദി പറയുന്നു. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വചനമാണ്. കുടുംബകാര്യങ്ങളിൽ ഏറ്റെടുക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കിക്കളയുവാനായിട്ടാണ് പരിശുദ്ധമ്മ ഈശോയോട് ചെന്ന് പറഞ്ഞത് ആ കുടുംബത്തിന് കുറച്ച് കുറവുകളുണ്ടെന്ന്. ആ കുറവ് തന്നെയാണ് അമ്മ പരിഹരിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ഈശോ പറഞ്ഞത് എൻ്റെ സമയമായിട്ടില്ല എന്ന്. അങ്ങനെ ആ സമയമാകാത്ത സമയം ആക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന്. ഉടമ്പടിയിൽ ഉടമ്പടിയിൽ അവൻ പറയുന്നത് ചൊല്ലുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി വർക്കൗട്ട് ആണത്. അങ്ങനെയാണ് ഈ മകളും സുമ ശശികുമാർ എന്ന സഹോദരി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം പാലിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ശിരസ്സുയർത്തി പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബത്തോടു കൂടി വന്ന് നിൽക്കുവാൻ സാധിക്കുന്നത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ കൃപയാലാണ്. മെറിറ്റില്ല. കാരണം 8 വർഷവും 6 വർഷവും 9 വർഷവും വെയിറ്റ് ചെയ്ത മക്കളാണ്. അത് സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ കുടുംബം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും, ജോലിയുടെ കാര്യവും മക്കളുടെ സംരക്ഷണവും. യാത്ര പോകുമ്പോഴത്തേന് സ്കൂട്ടി പോലും അവിടെയെല്ലാം എവിടെ പോയാലും ഈശോയുടെ അമ്മയുടെയും കാശുരൂപവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉണ്ട്. വണ്ടിയിലാണേലും പുറത്ത് പോകുമ്പോഴൊക്കെ കുരിശ് വരച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ഇവരിവിടെ വന്ന് ഡിസംബർ 7-ാം തീയതി നമുക്കറിയാം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാണ് ഈ ആലയത്തിൽ. രാവിലെ വെളുപ്പിനെ 3 മണി തൊട്ട് വൈകിട്ട് 12 മണി വരെ ആൾക്കാർ വന്നും പൊയ്ക്കൊണ്ടിരുന്നു. ഈ മക്കൾ രാവിലെ വന്നു, വൈകിട്ട് 8 മണിക്ക് പോകാനായിട്ട് റെഡിയായപ്പോഴും അമ്മയെ കാണാതെ പോകില്ല എന്ന് വാശി പിടിച്ച് ഈ സഹോദരി നിൽക്കുകയാണ്. പക്ഷേങ്കിൽ അന്ന് 10 മണിയായപ്പോഴേ ചങ്ങനാശ്ശേരിയിൽ പോകേണ്ട വണ്ടി പോകാതെ ഈ മകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശ്വാസവും വിശ്വസ്തതയും മാത്രമാണ് ആവശ്യം ഉടമ്പടിയിൽ. ഈശോയുടെയും അമ്മയുടെയും കൂടെയുള്ള ആ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ചും ഈ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുകയും ഈ മക്കൾ ഇന്ന് ഉടമ്പടിയിൽ വരികയും ഒരു വിശ്വാസ കൈമാറ്റത്തിലൂടെ മക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വരികയാണ്. അമ്മയുടെ വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസമാണ് ഈ അമ്മ മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്നത്. ഇത് ക്രൈസ്തവ കുടുംബമല്ല, അക്രൈസ്തവ കുടുംബമാണ്. വിശ്വാസത്തിലൂടെ ഉള്ള ജീവിതത്തിലേക്ക് ഈ അമ്മ ആദ്യം വന്നു. പിന്നെ ഹസ്ബൻഡ് പുകവലി 40 വർഷത്തോളം ഉണ്ടെന്ന പുകവലിയാണ് മാറിക്കിട്ടിയത്. പിന്നീട് മക്കൾക്ക് 6 വർഷം 8 വർഷം 9 വർഷവും കിട്ടാതിരുന്ന കാര്യങ്ങളാണ് ഈശോയും അമ്മയും ഇടപെടലിലൂടെ കൊടുക്കുന്നത്. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇതാണ് ആ മക്കളെ വ്യത്യസ്തരാക്കുന്നത്. ഏത് മതമായാലും
ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമായതൊന്നുമില്ല. ആ വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. ഉടമ്പടിയിൽ വിശ്വാസ